കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്ത് കൊലപാതകത്തിൽ 9 പേർ കുറ്റക്കാരെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ഈ മാസം 7-നാണ് ശിക്ഷ വിധിക്കുക. 2005 ഒക്ടോബർ 3-നായിരുന്നു കൊലപാതകം. 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. BJP RSS പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. വൈകാരികമായിട്ടാണ് റിജിത്തിന്റെ കുടുംബം വിധിയോട് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിലേക്ക്. ഇത്രയും കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. 19 കൊല്ലം 3 മാസമായി ശിക്ഷ വിധിക്ക്. അതിന് വേണ്ടി കാത്തിരുന്നാണ്. 17 കൊല്ലം ജീവിച്ചു. 2 കൊല്ലം മാസമായി അയാളും പോയിട്ട്. ഞാൻ ധരിച്ചായി. ഇതിലപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല. എൻ്റെ മോളും മോൻ്റെ ഭാര്യയായിട്ട് ഇവർ പറയൂ. വിധി കേട്ടത് സന്തോഷമുണ്ട്. കേൾക്കാൻ എൻ്റെ അച്ഛനില്ലാതെ പോയി. അച്ഛൻ 17 കൊല്ലം കാത്തു നിന്ന് പാർട്ടി എല്ലാവരും നമ്മളെപ്പോഴും ഉണ്ടെന്ന് ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, 19 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നതിനോടാണ് കുടുംബത്തിന്റെ പ്രതികരണം. BJP പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. 9 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേസിനാസ്പദമായ സംഭവം നടന്നത് 2005-ലാണല്ലോ. എന്താണ് ഈ കേസ്, ദീപക്? 2005 ഒക്ടോബർ 3-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ പ്രതികളെ കോടതിയിൽ നിന്നും നീക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. 2005 ഒക്ടോബർ 3-നാണ് ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. 3 DYFI പ്രവർത്തകർക്കാണ് അന്ന് ആക്രമണം ഏൽക്കുന്നത്. BJP RSS പ്രവർത്തകരായ 10 പേർ ചേർന്ന് ഈ കണ്ണപുരത്തെ അരക്കൻ വീട്ടിൽ റിജിത്തിനെയും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന KB നികേഷ്, ചിറയിൽ വികാസ്, K വിമൽ തുടങ്ങിയ ആളുകളെ വെട്ടി വീഴ്ത്തുകയായിരുന്നു.